ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് പൊങ്കാല വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് 2-3 ദിവസം മുമ്പേ തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പൊങ്കാല ഇടുന്നതിൻ്റെ തിരക്കിലാണ്. അതുപോലെ തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ദൂരെയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂസൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ അടുപ്പിൽ തീ കൊളുത്തിയത്, പൊങ്കാല ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നല്ല ചൂടത്താണ് എല്ലാവരും ഈ പൊങ്കാല ഇടാനായിട്ട് ഇരിക്കുന്നത്. നമ്മൾ പൊങ്കാല ഇട്ടത് വേറൊരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ആ ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയൊക്കെ അന്നദാനം ഉണ്ടായിരുന്നു. ആദ്യത്തെ കലത്തിൽ വെള്ളച്ചോറും രണ്ടാമത്തെ കലത്തിൽ കടും പായസം അഥവാ കടിഞ്ഞ പായസമാണ് നമ്മൾ വെക്കുന്നത്. അതുകൂടാതെ തെരളി അഥവാ കുമ്പളപ്പം, മണ്ടപ്പുറ്റ് മുതലായവയും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഗണപതിക്ക് പൂജ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ പൊങ്കാല ഇടാനായിട്ട് തുടങ്ങുന്നത്. അതിനായിട്ട് നമ്മളിവിടെ പഴവും അവലും മലരും അതുപോലെ തന്നെ വിളക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 3 അടുപ്പാണ് വെച്ചിരിക്കുന്നത്. ഈ 3 അടുപ്പിലായിട്ട് നമ്മൾ 4 വിഭവങ്ങളാണ് വെക്കുന്നത്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് 1 കലമോ അല്ലെങ്കിൽ 3ഓ 5ഓ കലമോ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കലം പുതിയ മൺകലം തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അടുപ്പും കല എല്ലാം ഒരുക്കി വെച്ചു. അതുപോലെ തന്നെ ഒരു കുടത്തിൽ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. പൊങ്കാല ഇടുവാനായിട്ട് നമ്മൾ ഒരാഴ്ച മുമ്പെങ്കിലും വ്രതം അനുഷ്ഠിക്കണം. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പേ തന്നെ വ്രതമൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 കലത്തിൽ വെള്ളം വെച്ചിട്ട് ഇപ്പോൾ അടുപ്പ് കത്തിക്കുകയാണ്. വെള്ളം ചൂടായിട്ട് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കണം. ആദ്യത്തെ കലത്തിൽ വെള്ളച്ചോറും രണ്ടാമത്തെ കലത്തിൽ ശർക്കര പായസവും മൂന്നാമത്തെ കലത്തിൽ നമ്മൾ തെരളി അഥവാ കുമ്പിളപ്പവും അതുപോലെ തന്നെ മണ്ടപ്പുറ്റുമാണ് തയ്യാറാക്കുന്നത്. വെള്ളച്ചോറ് ഉണ്ടാക്കുന്നത് പച്ചരിയും തേങ്ങയും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് പച്ചരി കൂടെ ചേർത്ത് കൊടുത്തു. പച്ചരിയെല്ലാം വെന്ത് പരുവായി കഴിയുമ്പോൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികളുള്ള എല്ലായിടത്തും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. ആറ്റുകാൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കലത്തിലും ശർക്കര പായസത്തിന് വേണ്ടി നമ്മൾ പച്ചരി ചേർത്ത് കൊടുത്തു. അരിയെല്ലാം വെന്ത് പാകമായി വരുമ്പോൾ നമുക്കതിലേക്ക് ശർക്കരയും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കദളിപ്പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പായസവും തയ്യാറായി. ഇട്ടതിന് ശേഷം കലത്തിൽ നിന്ന് തിളച്ച് തൂക്കി പോകണം, അതാണ് വിശ്വാസം. അതിനുശേഷം മാത്രമാണ് ശർക്കര, നെയ്യ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഈ ഒരു നിവേദ്യത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ മോക്ഷത്തിൻ്റെ പായസമായി മാറുന്നു എന്നാണ്. ക്ഷേത്രത്തിന് മുൻപിലുള്ള ഭണ്ഡാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. പൊങ്കാലയിൽ സാധാരണയായി ശർക്കര പായസം, ഭദ്രഭഗവതിയുടെ പ്രിയ നിവേദ്യമായ കടും പായസം അഥവാ കഠിന പായസം, വെള്ളച്ചോറ്, വെള്ളപ്പായസം എന്നിവയും തെരളി അഥവാ കുമ്പിളപ്പം, മണ്ടപ്പുട്ട് മുതലായവ ഏത് ഭക്ഷ്യവസ്തുവും ഉണ്ടാക്കി ഭക്തിയോടെ ഭഗവതിക്ക് നിവേദിക്കാം. അതുപോലെ രണ്ടാമത്തെ കലത്തിലെ അരി നന്നായി വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ശർക്കര, നാളികേരം, നെയ്യ്, കശുവണ്ടി, മുന്തിരി, പാളയംകോടൻ പഴം അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കടും പായസം തയ്യാറാക്കി. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ ആദ്യ പൊങ്കാല ഉത്സവം മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് എന്ന വിശേഷണവും ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട്. ഓരോ വർഷവും പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായി ഇവിടെ എത്തുന്ന വിശ്വാസികളായ സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത്. അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ടവഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യമെന്നാണ് വിശ്വാസം. തൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു. അതിൻ്റെ ഓർമ്മയിലാണ് പൊങ്കാലയെന്നാണ് ഒരു വിശ്വാസം.
മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം വിശ്വാസികൾ ചേർത്ത് വായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ. ദേവിക്കുള്ള പൊങ്കാലയ്ക്ക് വേണ്ടി ഒരടുപ്പോ 3 അടുപ്പോ അല്ലെങ്കിൽ 5 അടുപ്പോ വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. മൂന്നാമത്തെ പാത്രത്തിൽ നമ്മൾ തെരളി അഥവാ കുമ്പിളപ്പം, അതുപോലെ തന്നെ മണ്ടപ്പുട്ട് ഇവയും തയ്യാറാക്കി. ദേവിക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഈ ഒരു പൊങ്കാല ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പോറ്റി വന്ന് വെള്ളം തളിക്കുമ്പോഴാണ് ദേവി ഈ ഒരു നിവേദ്യം സ്വീകരിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇന്നത്തെ ഈ പൊങ്കാല വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.